പാലാ സെന്റ് തോമസ് പ്രസ് സപ്തതി ആഘോഷ നിറവിൽ പാലാ രൂപതയുടെ കീഴിൽ അച്ചടി മാധ്യമരംഗത്ത് ആധുനിക സജ്ജീകരണങ്ങളോടെ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് പ്രസിന്റെ 70ാം വാർഷികാഘോഷം തിങ്കളാഴ്ച നടക്കും. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. സാർവത്രിക വിദ്യാഭ്യാസത്തോടൊപ്പം അറിവ് പകരുന്നതിന് അച്ചടി വിദ്യയും ആവശ്യമാണെന്ന തിരിച്ചറിവോടെ പാലാ രൂപത സ്ഥാപിച്ച സെന്റ് തോമസ് പ്രസ് 70 വർഷം പൂർത്തിയാക്കുകയാണ്. ക്രൈസ്തവ മിഷണറിമാരുടെ കടന്നുവരവോടെയാണ് കേരളത്തിൽ അച്ചടിയുടെ ആവിർഭാവവും വളർച്ചയും ഉണ്ടായത്. പാലാ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിന്റെ വികസന സ്വപ്നങ്ങളിൽ പ്രധാനമായിരുന്ന അച്ചടിശാലയായിരുന്നു സെന്റ് തോമസ് പ്രസ്. സെന്റ് തോമസ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഓറിയന്റൽ പ്രസ് പാലാ രൂപതയ്ക്ക് വേണ്ടി അദ്ദേഹം വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. 1953 ജനുവരി 20 സെന്റ് തോമസ് പ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 1964 പാലാ രൂപതയിലെ സിസ്റ്റേഴ്സ് മുദ്രണാലയത്തിന്റെ പരിശുദ്ധത്വത്തിലേക്ക് കടന്നു വരികയായിരുന്നു. സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷനിലെ സന്യാസിനികളാണ് ഈ രംഗത്തേക്ക് എത്തിയത്. 1996 മാനേജറായിരുന്ന ഫാദർ തോമസ് മാടപ്പള്ളിയാണ് കാലാനുസൃതമായ മാറ്റങ്ങളോടെ സെന്റ് തോമസ് പ്രസിനും ബുക്ക് സ്റ്റാളിനും ആധുനിക മുഖം നൽകിയത്. 2003 സെന്റ് തോമസ് പ്രസ് അതിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. ഫാദർ ജോസഫ് തളത്തിൽ സെന്റ് തോമസ് പ്രസിന്റെ മാനേജറായിരുന്ന കാലത്താണ് 3ാം ഘട്ട വികസനം നടപ്പാക്കുന്നത്. പാലായിൽ ആദ്യമായി സെന്റ് തോമസ് പ്രസിൽ CTP മെഷീൻ പ്രവർത്തനം ആരംഭിച്ചത് പുതിയൊരു കാൽവെപ്പുമായിരുന്നു. 160 kVയുടെ ബൃഹത്തായ ജനറേറ്ററും സ്ഥാപിക്കപ്പെട്ടു. അത്യാധുനിക ഡിജിറ്റൽ ലേസർ പ്രിന്റിംഗ് മെഷീൻ 2022 ഏപ്രിൽ 25 പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഇപ്പോൾ സെന്റ് തോമസ് പ്രസിൽ ഒരുക്കിയിട്ടുണ്ട്. മൾട്ടി കളർ ഓഫ്സെറ്റ് പ്രിന്റിംഗ്, പോസ്റ്റർ ഡിസൈനിങ്, ഡിജിറ്റൽ ലേസർ പ്രിന്റിംഗ്, പെർഫെക്റ്റ് ആൻഡ് ബോക്സ് ബൈൻഡിംഗ്, സ്പൈറൽ ബൈൻഡിംഗ്, ലാമിനേഷൻ, സ്ക്രീൻ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാവിധ അച്ചടി ജോലികളും ഒരു കുടക്കീഴിൽ ചെയ്യാൻ കഴിയുന്നു എന്നതാണ് സെന്റ് തോമസ് പ്രസിന്റെ പ്രത്യേകത. സെന്റ് തോമസ് പ്രസിന്റെ 70ാം വാർഷികാഘോഷ സമ്മേളനം ജനുവരി 22 തിങ്കളാഴ്ച ലാലം പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. പാലാ രൂപത മെത്രാൻ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായിരിക്കും. വിജയകരമായ 70 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയാണിത്. സപ്തതി ആഘോഷ സമാപന ചടങ്ങുകൾ ജനുവരി 22 തിങ്കളാഴ്ച ലാലം പഴയ പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. പൊതുസമ്മേളനം 11 മണിക്ക് ചേരുന്നു. പല രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA, ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, ശ്രീ ബിപിൻ ചന്ദ്രൻ തുടങ്ങിയവരെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. 1953 ജനുവരി 20 സെന്റ് തോമസ് പ്രസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പാലാ രൂപതയുടെ സ്ഥാപക പിതാവിൻ്റെ ആദ്യ പരിഗണനയിൽ ഒരച്ചടിശാല ഉണ്ടാവണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. 1950 പാലാ രൂപത സ്ഥാപിതമാകുന്നത്. 53 ഈ അച്ചടിശാല ഉണ്ടാകുന്നത്. സെന്റ് തോമസ് പ്രസ് മാനേജർ ഫാദർ കുര്യൻ തളത്തിൽ, ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. പാലാ മീഡിയ സെന്ററിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസ് മാനേജർ ഫാദർ കുര്യൻ തടത്തിൽ, ജോഷി ജെയു, ജോർജ് KM എന്നിവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.